മമ്മൂട്ടി ഈ നാടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സ്ക്രിപ്റ്റ് സെലക്ഷനാണ്. സിനിമകൾ പരാജയപ്പെടുമെങ്കിലും വ്യത്യസ്തമായ ഒരുപാട് സ്ക്രിപ്റ്റ് മലയാള സിനിമയിൽ കൊണ്ടുവന്നൊരു നടൻ നമുക്ക് ഗംഭീരമായിട്ട് തന്നെ പറയും. ഇപ്പം നൻപകൽ നേരത്ത് മയക്കോ, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പോലും ബ്രഹ്മയുഗോ, പുഴുവോ, കണ്ണൂർ സ്കോഡോ പോലുള്ള വ്യത്യസ്ത, ഇപ്പം കളങ്കാവൽ വരെ. പക്ഷേ ഈ നടൻ സ്ക്രിപ്റ്റ് ഇത് ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞത് പല നടന്മാരുടെയും പ്രമുഖ നടന്മാരായിട്ടുള്ള മോഹൻലാലിൻ്റെയും സുരേഷ് ഗോപിയുടെയൊക്കെ തലവരെ മാറ്റിമറിച്ച സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റുകളായിട്ടുണ്ട്. അതിനകത്ത് ഉദാഹരണം രാജാവിൻ്റെ മകൻ. മോഹൻലാൽ സൂപ്പർ സ്റ്റാർ ആയത് മമ്മൂട്ടി നിരാകരിച്ചു. 2 നമ്മുടെ ഏകലവ്യൻ സുരേഷ് ഗോപി അത് ഏറ്റെടുത്ത് വിജയിപ്പിച്ചു. മമ്മൂട്ടി നിരാകരിച്ച സിനിമയാണ്. ദേവാസുരം ആദ്യമായിട്ട് കഥ പറഞ്ഞത് മമ്മൂട്ടിയോടാണ്, ചെയ്തത് മോഹൻലാലാണ്. മോഹൻലാലിന് ഡബിൾ ബമ്പർ ധമാക അടിച്ചു ദേവാസുരവും പിന്നീട് രാവണപ്രഭു. ദേവാസുരം മോഹൻലാലിൻ്റെ എക്കാലത്തെയും മികച്ച നമുക്ക് കോരിത്തിരിക്കുന്ന സിനിമയായിട്ട് മാറി. ഇരുവർ പ്രകാശ് രാജിൻ്റെ റോള് മമ്മൂട്ടിക്കായിരുന്നു. അത് മമ്മൂട്ടി വേണ്ടെന്ന് വെച്ചു. ഇരുവറിന് ബെസ്റ്റ് ഒരു അവാർഡ് പ്രകാശ് രാജിന് ലഭിച്ചു. അതുപോലെ തന്നെ മെമ്മറീസും ദൃശ്യവും 2 ജിത്യോത്സവ ചിത്രങ്ങളായിരുന്നു. ഇത് 2 മമ്മൂട്ടിയോട് പറഞ്ഞാണ്. മെമ്മറീസ് എക്കാലത്തെയും മലയാളത്തിലെ മികച്ച ത്രില്ലർ ഗണത്തിൽ ഒരു ചിത്രമായി മാറി. അതുപോലെ തന്നെ നമ്മുടെ ദൃശ്യം 1, 2, 3 ഇത് മമ്മൂട്ടിയുടെ കഥ പറഞ്ഞതാണ്. എല്ലാം റെഡിയായി വന്നാണ് മമ്മൂട്ടിയുടെ മറ്റൊരു ചിത്രത്തിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മമ്മൂട്ടി അത് നിരാകരിച്ചു. അങ്ങനെ ഒരുപാട് ചിത്രങ്ങൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കമൻസിൽ രേഖപ്പെടുത്താം. എന്തായാലും ഓരോരുത്തർക്കും ഓരോന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. തലയിലെടുത്തെന്ന് പറയുന്നത് മാറ്റാൻ കഴിയത്തില്ല. അത് ഓരോരോ നടന്മാരുടെ മോഹൻലാൽ ഇതുപോലെ നിരാകരിച്ച ചിത്രങ്ങൾ, സുരേഷ് ഗോപി നിരാകരിച്ച ചിത്രങ്ങൾ ഒരുപാട് കാണും. അതിൽ നിങ്ങൾ കമൻസിൽ പറയുക.